അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ പമ്പൈസ് ഖുർആാനോദനൊരു രംഗമുണ്ട്. പമ്പൈസ് ഖുർആാനോദനൊരു രംഗം ഓന് അക്ഷരങ്ങൾ, അറബി അക്ഷരങ്ങൾ ശരിക്കും പറയാൻ കഴിയാത്തൊരു മൊയന്ത. ഏതായാലും ഓൻ തന്നെ പറയുന്നുണ്ട്, ഒന്ന് പറഞ്ഞു കൊടുത്താ. പമ്പൈസേ ഇതൊന്ന് പറയേ. ഓതി കൊടുക്ക്. ഓതി കൊടുക്കേ. പമ്പൈസ് ഒന്ന് ഓതി കൊടുത്താ. ഇനിയിപ്പോൾ ഒരാൾ മരിച്ച് മിനഹാ അലക്കനാക്കും, ആ മണ്ണിടൽ സുന്നത്താണ്. പമ്പൈസിൻ്റെ ഓത്ത് കേട്ടില്ല നിങ്ങൾ? പമ്പൈസിൻ്റെ ഓത്ത് കേട്ടില്ലേ? മിൻഹാ ഹലക്കിനാക്കും, ആ മണ്ണിടൽ സുന്നത്താണ്. അതിൻ്റെ അർത്ഥം പറഞ്ഞത് അതിലും വലിയ രസമുണ്ട്. മിൻഹാ ഹലക്കിനാക്കും, ആ മണ്ണിടൽ സുന്നത്താണ്. അതൊന്ന്. രണ്ടാമത്തെ മിൻഹാ ഹലക്കിനാക്കും, ഹാന്ന് ഉള്ള അക്ഷരം അവന് പറയാൻ പറ്റുക. മിൻഹാ ഹലക്കിനാക്കും എന്നുള്ള ആ ഹാ എന്നുള്ള അക്ഷരം അവന് പറയാൻ പറ്റുക. എന്നിട്ടോ എന്ത് ചെയ്യുക? മിൻഹാ ഹലക്കിനാക്കും, ആ മണ്ണിടൽ സുന്നത്താണ്. അതിൻ്റെ അർത്ഥം പറയാം, മണ്ണിടൽ സുന്നത്താണ്. ഇനി ഓൻ തന്നെ പറയുന്നുണ്ട്, ബാക്കി ഓൻ തന്നെ പറയട്ടെ. എന്താണ് ഇബിലീസ്? ഇബിലീസ് ഒരു മൂല്യാരാണല്ലേ നമ്മുടെ മലബാരി ഭാഷ പറഞ്ഞാൽ. ഇബിലീസ് മൂല്യരാണെന്ന് പറഞ്ഞാൽ നല്ല തലീക്കെട്ടൊക്കെ ഉണ്ട്, നല്ല ഷാളുണ്ടായിരുന്നു, വലിയ ഷാളുണ്ട്, തലീക്കെട്ടുണ്ട്, വലിയ തയമ്പുണ്ട്. എൻ്റെ ഷേഖിൻ്റെ കോമാട്ട് ചാലിൽ അതുവിൻ്റെ ഒക്കെ മാതിരി തന്നെ ആയിരുന്നു. ശരി തന്നെയാണ്, നമ്മളെ മലബാരി ഭാഷയിൽ അങ്ങനെ തന്നെയാണ്. ഓക്കെ, തങ്ങളാണെന്ന് പറയാത്ത വലിയ ഭാഗ്യം. മഹാമുസ്ലിയാരാണ്. മഹാമുസ്ലിയാരാണെന്നാണ് പറഞ്ഞത്. അൽഹംദുലില്ലാ, അത് നന്നായി. ഏതായാലും മഹാ തങ്ങളാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ യഹിയൽ ബുഖാരി തങ്ങളുടെ ഷെയ്ഖാണെന്ന് വരെ പറയും ചിലപ്പോൾ. മഹാ സയ്യിദാണെന്ന് പറഞ്ഞാൽ യഹിയൽ ബുഖാരി തങ്ങളുടെ ഷെയ്ഖാണെന്ന് പറയും. മഹാമുസ്ലിയാരാണെന്ന് പറയുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാ സമാധാനമായി. കോമാട്ട് ചാലിൽ അദ്ദൂൻ്റെ ഷെയ്ഖാണെന്ന് നമുക്ക് അങ്ങനെ വെക്കാം. മഹാമുസ്ലിയാർ എന്ന് പറയലോട് കൂടെ നമുക്ക് അവിടെ മനസ്സിലായി കോമാട്ട് ചാലിൽ അദ്ദൂൻ്റെ ഷെയ്ഖാണ് എന്നുള്ളത്. മഹാ തങ്ങളാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ചെയ്യേണ്ടി വരും? ഇനി യഹിയൽ ബുഖാരി തങ്ങളുടെ ഷെയ്ഖാണെന്നൊക്കെ പറയേണ്ടി വരും. പക്ഷെ അതിൽ നിന്ന് പടച്ചം വരാൻ നമ്മളെ കാത്ത്. അൽഹംദുലില്ലാ, ഇത് മഹാ മുസ്ലിയാർ എന്ന് പറഞ്ഞത് നന്നായി. അയാളിപ്പോൾ മർക്കസിലൊക്കെ അന്ന് ബിരുദം എടുക്കുകയാണെങ്കിൽ അയാൾ മൂത്ത സക്കാഫിയാവും. മർക്കസിൽ ബിരുദെടുക്കുകയാണെന്ന് വെച്ചാൽ മൂത്ത സക്കാഫി മാത്രമല്ല, മർക്കസിൽ നിന്നാണ് ബിരുദെടുത്തുകയെന്ന് വെച്ചാൽ അയാൾ ഇങ്ങനെ ബാക്കൂല്ല. എന്നാൽ പിന്നെ ഇബിലീസ് എന്ന് പറഞ്ഞൊരു സംവിധാനം തന്നെ ഉണ്ടാവില്ല. കഴിച്ച എവിടുന്ന വരുന്നേ? കാരണം അയാൾ വലിയ വിവരല്ലേ, ഏത് കോളേജിലും അയാൾ നേടിപ്പോരുമല്ലോ. പറയിപ്പിച്ചാതെ പോരാണ് ചെയ്ത് കോളേജിലും പോരാ, പറയിപ്പിച്ചാതെ പോരാണ് ചെയ്ത് കോളേജിലും പോരാ. പക്ഷേ ഇജ് അങ്ങനല്ല. ഇജും എൻ്റെ കോമാട്ട് ചാലിൽ അതും അങ്ങനല്ലല്ലോ. അണ്ണൻ്റെ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ആട്ടിയതാണല്ലോ. അണ്ണൻ്റെ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ആട്ടി, പിന്നെന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് ഇജ് എല്ലാം എൻ്റെ അളിയാക്കാനെ കൊണ്ടുപോയാണ്ട് അവിടെ ചേർത്തു. അളിയാക്കാൻ എന്ത് ചെയ്തു? ആട്ടി വിട്ടു എൻ്റെ ഉസ്താദ്. അതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? അളിയാക്കാനി ആട്ടിയതേ കോമാട്ട് ചാലിൽ അതുകൊണ്ട് ഇപ്പം എൻ്റെ അളിയാക്കാനി ആട്ടി വിട്ടല്ലോ അവിടുന്ന്. ഇവര് രണ്ടാളും പാടെ ഓരോ ഉസ്താദ് ഉണ്ടായിരുന്നു. ആ പാവം പിന്നെ ഉസ്താദിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ ഉസ്താദിനോട് പറഞ്ഞു, ഞങ്ങൾ ഹിദുർ നബിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹിദുർ നബിനെ കണ്ടിക്കണെന്ന് പറഞ്ഞപ്പം ഉസ്താദ് എന്ത് വിചാരിച്ചു? പഠിച്ചോനെ, ഉസ്താദിനെ ഒരു ഷേഖിനെ പിടിച്ചാൽ വേണ്ടി കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഇവരെ രണ്ടാളെയും വിളിച്ചു ഉസ്താദ്. ഇവരെ രണ്ടാളെയും ഉസ്താദ് പൂക്കോട്ടൂർ ഉസ്താദ് വിളിച്ചുകാണ്ട് റൂമൊക്കെ കയറ്റിക്കാണ്ട് സത്യം പറയാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ കണ്ടിക്കണോ? എന്നാൽ പിന്നെ എനിക്ക് ഇനിയൊരു ഷെയ്ഖിനെ തന്നെ കൊണ്ട് നടക്കേണ്ടിയിരുന്നില്ല, നിങ്ങൾ തന്നെ ഷെയ്ഖാക്കായിരുന്നു. സത്യം തന്നെയാണോ? ഹിദുർ നബി കണ്ടിക്കണോ, വന്നിട്ടുണ്ടോ? അതിൽ ഇവരിങ്ങനെ ഉരുണ്ട് കളിച്ചപ്പോൾ നല്ലോണം അങ്ങോട്ട് പെരുമാറി. ഇവനെയും ഓൻ്റെ അളിയാക്കാനെയും കോമാട്ട് ചാലിൽ അദ്ദൂനെയും നല്ലോണം കൈകാര്യം ചെയ്തു. അങ്ങനെ ഇറങ്ങി പാഞ്ഞതാ ഇവർ രണ്ടാളും. ആരുടെ അടുത്തുനിന്ന്? പൂക്കോട്ടൂർ ഉസ്താദിൻ്റെ അടുത്തുനിന്ന്. പിന്നെ ശരിക്ക് വിളിച്ചു പറഞ്ഞാൽ എന്നോട് ഈ കേസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അജ്മഈൻ അമ്മാ ബഅദ്. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്. ഓതി കൊടുക്ക്. ആ ചൂടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ എന്താ അറിയോ? അന്ന് ആ ഉസ്താദ് ആട്ടി വിട്ടതായിരുന്നു. ആട്ടി വിട്ടുകാണ്ടുള്ള പരിപാടിക്ക് ശേഷമുള്ള പരിപാടിയാണ് ഇപ്പോൾ കണ്ടത്. വാഹുറുദാന കണ്ട് ഉരുണ്ട് കളിച്ചിട്ടുണ്ടല്ലോ, അത് ആട്ടി വിട്ടുകൊടുത്തുനിന്ന് പരിപാടി നടത്തിയതാണത്. അപ്പോൾ ഉസ്താദുമാരുടെ പൊരുത്തല്ലെങ്കിൽ നാവൊക്കെ എന്ത് ചെയ്യും? യതലജലജ് ലിസാനുഹു എന്ന് പറഞ്ഞില്ലേ, നാവ് ഇങ്ങനെ പെടപെടക്കും എന്നല്ലേ, അതിൽപ്പെട്ടതാണ് അതൊക്കെ. ഏതായാലും കുറച്ച് ഓവറായിട്ട് വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുന്ന കോമാട്ട് ചാലിൽ അബ്ദുള്ള, കോമാട്ട് ചാലിൽ അബ്ദുള്ള,
അതുപോലെ തന്നെ കോമാട്ടുചാടിൽ അബ്ദുള്ളാൻ്റെ മൂട് താങ്ങികളായ 3 അടുപ്പും കല്ലുകൾ നൗഷാദ്, കുഞ്ഞഹമ്മദ്, പമ്പൈസ് അത് മിക്കവാറും യത്തലജുലജു ആകും എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അങ്ങനെയാണ് വലിയ വലിയ ആലിമീങ്ങളായ പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പടച്ച റബ്ബ് ഇവരെ സിറിനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ, ലോക മുസ്ലിമീങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. അത്രയും ഫസാദ് പിടിച്ച ഒരു ടീമാണ്. ഇബിലീസിനെ ഷെയ്ഹാക്കിക്കൊണ്ട്, ഇബിലീസിനെ നന്നാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇവർ നടക്കുന്നത്. നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഓരോരുത്തരും സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, കാണുന്നവരാണല്ലോ യൂട്യൂബുകളൊക്കെ. ഇബിലീസിനെ നന്നാക്കി കൊണ്ടെടുക്കുക. ഇബിലീസ് എന്നേക്കും പേച്ചവനാണ് എന്ന് ഖുർആനിൻ്റെ നെസ്സാണ്. ഖിയാമത്ത് നാൾ വരെ അവൻ പേച്ചവനാണ് എന്ന് ഖുർആനിൻ്റെ നെസ്സാണ്. ആ ഖുർആൻ ഇറങ്ങിയത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. സഹോദരന്മാർ പ്രത്യേകം മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇബിലീസ് എന്നെന്നും പേച്ചവനാണ് എന്നുള്ളത്, ഓ ഖാലിദുൻ ഫിന്നാർ, കാലാകാലം നരകത്തിലാണ് എന്നുള്ളത്, അത് വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറങ്ങിയതാണ്. എന്നിട്ട് ഇപ്പോൾ കുരുവട്ടൂരികളായ ആളുകൾ പറഞ്ഞുകൊണ്ട്, നൗഷാദിനെ പോലത്തവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇബിലീസിനും തൗബയുണ്ട്, ഇബിലീസും നന്നാവും, ഇബിലീസിനും തൗബ ചെയ്താൽ നന്നാവാം, ഇബിലീസിൻ്റെ തൗബകളും മറ്റുമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ എങ്ങാനും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബിലീസ് അങ്ങനെ നന്നാവുകയാണെങ്കിൽ ഖുർആനിൽ തെറ്റുപറ്റിയെന്ന് വരൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറങ്ങിയ ഖുർആനിൽ തെറ്റുപറ്റിയെന്ന് വരൂലേ? നമ്മുടെ ഏറ്റവും വലിയ ഭരണഘടനയല്ലേ വിശുദ്ധ ഖുർആൻ? ലോകത്ത് ഏറ്റവും വലിയ ഭരണഘടന ഏതാണ്? അത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനായ ഭരണഘടനയിൽ തെറ്റുപറ്റിയെന്ന് പറയേണ്ടി വരൂലേ? അങ്ങനെ വിശുദ്ധ ഖുർആനായ ആ ഭരണഘടനയിൽ തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ അവൻ ആരാണ്? കാഫിറാണ്, ഇസ്ലാമെന്ന് പുറത്തു പോയവനാണ്. അപ്പോൾ കുരുവട്ടൂരികളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങളൊന്നാണ് ചിന്തിച്ചു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ. ഒരിക്കലും നമ്മുടെ തൊള്ള കൊണ്ട് പറയാൻ പാടില്ലാത്ത വാക്കുകളാണ്. ഇബിലീസിനും തോബുണ്ട്, ഇബിലീസിനും നന്നാകാം എന്ന് പറഞ്ഞുകൊണ്ട് ആരെ വെളുപ്പിക്കാനാണിത് പറഞ്ഞത്? ആരെ വെളുപ്പിക്കാനാണ്? ഒരു ചങ്ങായി ഒരു പാട്ട് പാടിയപ്പോൾ അങ്ങനെ പാടാൻ പാടില്ല എന്ന് മൗലാന പേരോട് ഉസ്താദും അതുപോലത്തെ ഹാരിസ് മദനിയെ പോലത്തെ വലിയ വലിയ പണ്ഡിതന്മാർ ആ വിഷയം പറഞ്ഞപ്പോൾ അത് ആ പാട്ടുകാരനൊന്ന് താങ്ങാൻ വേണ്ടിക്കൊണ്ടാണ് ഇബിലീസിനെന്താ നന്നായിക്കൂടെ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കെണിവരയിൽ ആരെങ്കിലും മുഅല്ലിമീങ്ങളോ മുതഅല്ലിമീങ്ങളോ ആരെങ്കിലും പെട്ടവരുണ്ടെങ്കിൽ നമ്മൾ ജീവൻ പോകുന്നതിൻ്റെ മുമ്പ് രക്ഷപ്പെട്ടോളി. എന്നിട്ട് നല്ല രൂപത്തിൽ ആലിമീങ്ങളെ, നമ്മളെ പഠിപ്പിച്ച പണ്ഡിതന്മാരെ, നമുക്ക് കിതാബോധി തന്ന പണ്ഡിതന്മാരെ ഒന്ന് അംഗീകരിച്ച് അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നാം ശ്രമിച്ചോളി. എന്നാൽ നമ്മൾക്ക് വലിയ വിജയം ഉണ്ടാവും. അല്ല എങ്കിൽ നമ്മുടെ ആഖിറം വളരെയധികം പരാജയത്തിലായി പോകുമെന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്.